ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ്. ഞാനിന്ന് ഉച്ചക്കത്തെ ചെറിയൊരു മഴക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുള്ളതാണ് കേട്ടോ. എണീറ്റ് വന്നപ്പോഴേക്കും ടൈം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന മണ്ണൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലുള്ളത്. ഇന്നിവിടെ നാത്തൂനും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവർ പെരുന്നാൾക്ക് വന്നതാണ്. ഇനി മദ്രസൊക്കെ തുറക്കാനാകുമ്പോഴേ പോകുള്ളൂ കേട്ടോ. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ രാത്രി. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ? ഞാൻ എണീറ്റ് വന്നപ്പോൾ മക്കളെയൊന്നും കാണാനില്ല. അവരൊക്കെ എങ്ങോട്ടോ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ലിയക്കുട്ടി ഉണർന്നിട്ടില്ല. ഇനി അവരൊക്കെ വരുമ്പോഴേക്കുന്ന ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ കടി നമ്മുടെ ABCD ബിസ്ക്കറ്റാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ രൂപത്തിലുള്ള ബിസ്ക്കറ്റുകളാണ് കേട്ടോ. അതാണ് ഞാൻ ABCD ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ എല്ലാവർക്കും ഓരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ലിയമോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അകങ്ങളൊക്കെ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. മക്കൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അകത്ത്. അവർ പേപ്പറൊക്കെ വെട്ടി കളിച്ചിട്ടൊക്കെ. അല്ലെങ്കിലും വൈകുന്നേരം ഒരു അടിച്ചുവാരലുണ്ട് കേട്ടോ, നമ്മുടെ മഗ്‌രിബാങ്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ഇന്ന് വൈകുന്നേരത്തിന് സ്പെഷ്യലായിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. ഈ പണി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ചിക്കൻ കറിയും വെക്കണം, അതുപോലെ നെയ്ച്ചോറും ഉണ്ടാക്കാനുണ്ട്. നല്ല മുട്ടക്കോഴിയുടെ ഇറച്ചിയാണ് കേട്ടോ ഉള്ളത്. അത് നമ്മുടെ നാടൻ കോഴിൻ്റെ പോലെയാണ്, നല്ല വേവുണ്ട്. അങ്ങനെ ഞാൻ നെയ്ച്ചോറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിനുള്ള വെള്ളമാണ് ഇട്ടത്. ഇതിനിടയിൽ നാത്തൂനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, താത്ത ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുക്കറിൽ. ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഫിസിൽ വന്നാൽ മാത്രം മതി. ഒരാൾ നെയ്ച്ചോറും ഒരാൾ ചിക്കൻ കറിയും റെഡിയാക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴിക്കണം. ഇശാ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ് താത്ത. അപ്പം ഇനി ഇത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.